തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വിവാഹ വാർഷിക ദിനത്തിൽ യുവതിയുടെ ആത്മഹത്യ. വിഴിഞ്ഞത്തെ ഭർത്തൃ വീട്ടിലാണ് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാഗർകോവിൽ സ്വദേശിനി വിഘ്നേശ്വരിയാണ് മരിച്ചത്. 2 വർഷം മുൻപാണ് വിഴിഞ്ഞ സ്വദേശി അഭിലാഷുമായി ഇവരുടെ വിവാഹം കഴിഞ്ഞത്. ഇന്നലെ വിവാഹ വാർഷിക ദിനമായിരുന്നു. അതിനിടെയാണ് ഈ ദാരുണമായ സംഭവം. മരണത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, വിവാഹ വാർഷിക ദിനത്തിലുണ്ടായ സംഭവം ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. എന്താണ് ആത്മഹത്യയുടെ കാരണമെന്ന് വ്യക്തമാണോ? ഇരുവരും തമ്മിൽ, അഭിലാഷും വിഘ്നേശ്വരിയും തമ്മിൽ ദാമ്പത്യ പ്രശ്നമുണ്ടായിരുന്നോ? അതാണോ ആത്മഹത്യ കാരണമായത്? അവിടെ നിന്ന് എന്തെങ്കിലും ആത്മഹത്യക്കുറിപ്പോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോം സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസമായിരുന്നു ഇവരുടെ വിവാഹ വാർഷികം നടക്കുന്നത്. ഈ പറയുന്ന വിഴിഞ്ഞം സ്വദേശിയായ അഭിലാഷിന്റെയും ഒപ്പം നാഗർകോവിൽ സ്വദേശിയായ വിഘ്നേശ്വരി എന്ന 27-കാരിയുടെയും വിവാഹ വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. വീട്ടിൽ വളരെ ആഘോഷങ്ങൾ നടന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. ഇതിനെ തുടർന്ന് ഈ ആഘോഷങ്ങൾ സമാപിക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഈ പറയുന്ന ഒരു വലിയൊരു ദുഃഖത്തിലേക്കും കലാശിച്ചത്. വീട്ടിനുള്ളിൽ തൂങ്ങിയ മരിച്ച നിലയിലായിരുന്നു ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഈ ദമ്പതികൾക്ക് കുട്ടികളില്ല. ഇതേ ചൊല്ലിയുള്ള ഒരു മാനസിക സംഘർഷം വീട്ടിലുണ്ടായിരുന്നു. ഇതേ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഇന്നലെ രാത്രിയോട് ഈ റൂമിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ വിഘ്നേശ്വരിയെ കണ്ടെത്തുന്നു. തുടർന്ന് ആയിരുന്നു വിഴിഞ്ഞം പോലീസിൽ വിവരം അറിയിക്കുന്നു. പോലീസൊക്കെയായിരുന്നു മറ്റു നടപടികൾ സ്വീകരിക്കുന്നതും. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണ് ഇതിന് പിന്നിലുള്ള സംഭവിച്ച കാരണം എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പോലീസ് ഈ പറയുന്ന അഭിലാഷിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്നു, കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുന്നു. ഇവരുടെ ഫോണുകൾ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് പരിശോധന നടത്തുന്നു. എന്താണ് മരണത്തിലേക്ക് വഴിതിരിച്ചത് എന്നുള്ളതാണ് അറിയിക്കുന്നത്. എന്തായാലും 2 വർഷമായുള്ളൂ ഇവരുടെ ദാമ്പത്യം തുടങ്ങിയിട്ട്. ഇതിനിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളാണോ മരണകാരണത്തിൽ എന്നുള്ളതും പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും വിശദമായ ഒരു അന്വേഷണത്തിലാണ് വിഴിഞ്ഞം പോലീസ് പോയിട്ട് നിൽക്കുന്നത്. ടോം, വിഘ്നേശ്വരിയുടെ കുടുംബം അവിടെ എത്തിയിട്ടുണ്ടോ? അവരെന്തെങ്കിലും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടോ? ഈ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള മർദ്ദനം, ചൂഷണം ഈ യുവതിക്ക് നേരിടേണ്ടി വന്നിരുന്നോ? അത്തരമൊരു പരാതി ഇവർക്കുണ്ടോ? വിഘ്നേശ്വരിയുടെ അമ്മ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലായിരുന്നു. എന്നിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് നേരിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു കുടുംബജീവിതത്തിൽ തുടങ്ങുന്ന തരത്തിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നതായി ഇവർ പറയാതെ പറയുന്നുണ്ട്. പക്ഷേ ഈ മരണത്തിലേക്ക് കലാശിച്ച കാരണം എന്താണെന്നുള്ളത് ഒരു വ്യക്തത വന്നിട്ടില്ല. ഇത് പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കിയില്ല. പോലീസും ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. എല്ലാവരെയും, കുടുംബാംഗങ്ങളൊക്കെയും ചോദ്യം ചെയ്യുന്നു. എന്നാൽ അതിനൊരു വ്യക്തത വന്നതിന് ശേഷമേ നമുക്ക് അതിനൊരു മറുപടി നൽകാൻ കഴിയുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഇവർ ഈ പറയുന്ന അഭിലാഷ് ഒരു ബാങ്കിലെ ജീവനക്കാരനായിരുന്നു. ഇദ്ദേഹം കുടുംബജീവിതമൊക്കെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഇവരുടെയിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യെസ്, അങ്ങനെ പോലീസെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ വിഘ്നേശ്വരിയുടെ ഫോൺ ഒരുപക്ഷെ പരിശോധിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവ് ലഭിക്കുമായിരിക്കും. ഇങ്ങനൊരു ദാമ്പത്യ പ്രശ്നമുള്ളതായി, ഭർത്തൃ വീട്ടിൽ നിന്നും ഒരു ക്രൂരതകൾ, പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നതായി എപ്പോഴെങ്കിലും യുവതി സ്വന്തം വീട്ടുകാരെ അറിയിച്ചിരുന്നോ? അരുൺ മോഹൻ, വ്യക്തമായി ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കാമോ? ഇതിന് എപ്പോഴെങ്കിലും ഈ ദാമ്പത്യ പ്രശ്നത്തെക്കുറിച്ച് സ്വന്തം വീട്ടുകാരോട് വിഘ്നേശ്വരി പറഞ്ഞിരുന്നോ? അതെ, നേരത്തെ സൂചിപ്പിച്ചത് ഇവരുടെ 2 വർഷം മുമ്പാണ് ഇവരുടെ വിവാഹം നടന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഈ പറയുന്ന ഇവർ നല്ല രീതിയിലുള്ളൊരു കുടുംബജീവിതം നയിച്ചു വന്നിരുന്നെങ്കിലും കുട്ടികളില്ല എന്നുള്ളൊരു ഒരു ബുദ്ധിമുട്ട് കുടുംബത്തിനിടയിൽ ഉണ്ടായിരുന്നു. അതിൽ ഈ പറയുന്ന വിഘ്നേശ്വരിക്ക് ഉൾപ്പെടെ മനോവിഷമം ഉണ്ടായതായി കുടുംബാംഗങ്ങൾ പറയുന്നു. ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കാം മരണത്തിലേക്ക് കലാശിച്ചതാണെന്നുള്ളത് ഒരു വിലയിരുത്തലാണ് കുടുംബാംഗങ്ങൾ എത്തി നിൽക്കുന്നത്. നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ അഭിലാഷുമായി ചില തർക്കങ്ങൾ പതിവായിരുന്നു, അല്ലെങ്കിൽ അഭിപ്രായ
വ്യത്യാസങ്ങൾ വീട്ടിലുണ്ടായിരുന്നെങ്കിലും മറ്റു കാര്യങ്ങളിലേക്ക് ഒരു പരാതിയുമായി വീട്ടുകാരെ സമീപിച്ചതായി വിഘ്നേശ്വരിയുടെ കുടുംബാംഗങ്ങൾ പറയുന്നില്ല. എന്തായാലും പോലീസ് എല്ലാ ഭാഗവും വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ചപ്പോൾ അന്വേഷണം ഊർജിതമാക്കുന്നുണ്ട്. മറ്റ് അയൽവാസികളെയൊക്കെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ചോദ്യം ചെയ്തതിനു ശേഷം ഒരു വ്യക്തത വരാൻ കഴിയുമെന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. എന്തായാലും അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ വിഴിഞ്ഞം പോലീസ് കേസെടുത്തിട്ടുള്ളത്. മൃതദേഹം അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നാഗർകോവിൽ സ്വദേശിനിയായ യുവതിയുടെ ആത്മഹത്യയിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. ദാമ്പത്യ പ്രശ്നമാണ്, കുടുംബജീവിതത്തിലെ തർക്കങ്ങളാണ് ആത്മഹത്യ കാരണമെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.